சாக்கோ, இப்ப நம்ம பார்க்க போறது மைசூர்ல பெரிய அப்காரி கான்ட்ராக்டர்ஸ். ஆனா நீங்க கேரளாவிலே பெரிய அப்காரி கிங். அதை மனசுல வச்சுக்கிட்டு அது மாதிரி பிஹேவ் பண்ணணும். மற்றதெல்லாம் நான் பார்த்துக்கிறேன். ஓகே? வாசு அறியாதுங்கிட்டு காரியம். இதுக்கெல்லாம் போய் கவலைப்பட்டுக்கிட்டு. இந்த டிராஃப்டை கையில் வச்சிங்க. ഇതിൽ എത്ര രൂപയാണ് എഴുതിയിരിക്കുന്നത്? 1 கோடி ரூபாய். என்ன நினைச்சீங்க? ഇവർ ഒന്നും സുമ്മാ വരല. നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനല്ല. വാസ്കോ കമ്പനിക്ക് മൈസൂരിൽ ഒരു ഫുട്ടിംഗ് വേണം. He wants all your help. That's all. KRC, please. സാറേ, ഞാൻ ഒരു മലയാളിയാണ്. കഴിഞ്ഞ 2 വർഷമായി മൈസൂർ സിറ്റി റേഞ്ച് ഞാനാ നടത്തി വരുന്നത്. ഇനി നമ്മൾ നാട്ടുകാർ തമ്മിൽ പടവെട്ടി സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണോ? ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. மிஸ்டர் சாக்கோ, இவங்கெல்லாம் இந்த ஊருக்காரங்க. இந்த வருஷம் நம்ம கான்ட்ராக்டை விட்டு கொடுத்துடலாம். சும்மா இல்லை, அதுக்காக இவங்கெல்லாம் நமக்கு 5 லட்சம் ரூபா தராங்க. 5ന് ബദലാ 15 ലക്ഷം ഞാൻ കൊടുക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. മലയാളിയാണെന്നല്ലാതെ പേര് പോലും പറഞ്ഞില്ലല്ലോ. പേര് പീതാംബരൻ, തിരുവനന്തപുരത്താ വീട്. പീതു, ഒരു നിമിഷം പന്നി. ഇപ്പോൾ எனக்கு நீங்களும் வேணும், அவங்களும் வேணும். 5 வேணாம், 15 வேணாம். நான் ஒன்று சொல்றேன். இவங்க 10 லட்சம் ரூபாய் உங்களுக்கு தராங்க, வாங்கிக்கிங்க. നടക്കില്ല KRC. ನಮ್ಮ ಹೊಟ್ಟೆ ಹೊಡಿಬೇಡಿ. ಈ 10 ಲಕ್ಷ ರೂಪಾಯಿ ತುಂಬಾ ಕಷ್ಟದಿಂದ ಕೊಡ್ತಾ ಇದೀವಿ, ತಗೊಳ್ಳಿ. தகவல்னா வாங்கிக்கிங்கன்னு அர்த்தம். வாங்கிக்கிங்க. വാസ്കോ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്. നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു വെരി മച്ച്. മമ്മി, എനിക്ക് ഈ ഹോസ്റ്റൽ മടുത്തു. ഞാൻ വീട്ടിലേക്ക് വരും. വേണ്ട മോളെ, നീ അങ്ങോട്ട് വരണ്ട. നിന്റെ അപ്പൻ വളരെ മാറിപ്പോയി. ഞാൻ തന്നെ ആ വീട്ടിലിപ്പോ ഒരതിയെ പറ്റാണ്. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ ബാംഗ്ലൂർക്ക്. അല്ല KRC? മോള് പോ. കണ്ടോടി, നീയല്ലേ പറയാറ് ഞാൻ വാസ്കോയുടെ വാലാണെന്ന്? അല്ലടി, ഈ തല കൊണ്ട് ചില്ലി കാശ് മുടക്കാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നിനക്ക് ബോധ്യമായോ ഞാൻ ആരാണെന്ന്? ഞാൻ കാണുന്നുണ്ടല്ലോ, തരാതരത്തില് കൊണ്ട തേവിടി ചെളിയും കൊണ്ട്. ചൂലേ, എന്താ നീ പറഞ്ഞത്? ഈ തോന്നിയാസം സഹിച്ചോണ്ട് എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. പിന്നെ ഉണക്കക്കമ്പ് പോലിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ ഒരു പുണ്യാളാണോ? എനിക്ക് സൂഹിക്കണോടി. കണ്ടവരുടെ കള്ളും ചാരയും ചുമന്ന് നടന്ന കാലത്ത് ഞാൻ മതിയായിരുന്നു. അന്നേ വയറ് പട്ടിണിക്കിട്ട് ഉള്ളത് മുഴുവൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടുള്ളവളാ ഞാൻ. നിർത്തടി. ഇല്ല, 4 കാശ് കയ്യിൽ വന്നപ്പോ എല്ലാം മറന്ന് എന്നോട് കാണിക്കുന്ന ഈ ക്രൂരത താൻ അനുഭവിക്കും. ദൈവം ഒന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ താൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ